ഹായ് മക്കളെ, നിങ്ങൾ എല്ലാവരും തന്നെ ഈ പബ്ലിക് എക്സാമിനെ നേരിടാൻ വേണ്ടിയുള്ള ഹെവി ആയിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും. ഓരോ സബ്ജക്റ്റിലും ഓരോ ചാപ്റ്റേഴ്സിനും ഏതൊക്കെ ഭാഗത്താണ് ചോദ്യങ്ങൾ വരിക, ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ, അതിനുള്ള ആൻസറുകൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നെല്ലാം നിങ്ങൾ കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എക്സാമിനെ സമീപിക്കാൻ പോകുമ്പോൾ ഓരോ എക്സാമിലും നിങ്ങൾ ആ എക്സാം ഹാളിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ അവസാനത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫുൾ A+ഉം ഫുൾ മാർക്കും നേടണമെന്നുണ്ടെങ്കിൽ എക്സാം ഹാളിൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എക്സാം ഹാളിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുടെ ആ ടിപ്സുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത്. കൂൾ ഓഫ് ടൈം മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഈ കൂൾ ഓഫ് ടൈമിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു പ്ലാൻ വ്യക്തമായി നമ്മുടെ കയ്യിൽ വേണം. ഈ കൂൾ ഓഫ് ടൈമിൽ ചെയ്യുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് നമ്മുടെ എക്സാമിന്റെ അവസാനത്തെ ആ ചോദ്യം പോലും നമ്മൾ ആൻസർ ചെയ്യാൻ, ഏത് ആൻസർ ചെയ്യണം എന്ന് പോലും നമ്മൾ തീരുമാനിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത്, എക്സാം ഹാളിൽ വരുന്ന ടീച്ചർക്ക് നമ്മളെ കുറിച്ച് ഒരു ധാരണയുമില്ല. നീ അതുവരെ ആ സ്കൂളിൽ ഗംഭീരമായി പെർഫോമൻസ് കാഴ്ചവെച്ചവനാണോ എന്നോ, അല്ലെങ്കിൽ പഠനപരമായിട്ട് വളരെ വീക്ക് ആയിട്ടുള്ള ആളാണോ എന്ന് വരുന്ന ടീച്ചർക്ക് അറിയില്ല. അത് മാത്രമല്ല, നമ്മുടെ പേപ്പർ നോക്കുന്ന, ആൻസർ ഷീറ്റ് നോക്കുന്ന ആൾക്കും നമ്മളെ കുറിച്ച് ഒരു ധാരണയുമില്ല. നമ്മുടെ പേപ്പർ നോക്കിക്കൊണ്ട് നമ്മൾ ആ സ്കൂളിൽ അതുവരെയുള്ള എക്സാമുകളെല്ലാം ഫുൾ മാർക്ക് നേടിയവനാണ് എന്നോ, അതുവരെയുള്ള മുഴുവൻ എക്സാമിലും തോറ്റ ആളാണെന്നോ ആ ആൾക്കും അറിയില്ല. പിന്നെ നമ്മൾ എഴുതുന്ന ആൻസർ ഷീറ്റ് നോക്കിക്കൊണ്ടാണ് നമ്മളെ ആള് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സാം ഷീറ്റിൽ, നമ്മുടെ ആൻസർ ഷീറ്റിൽ നമ്മൾ ഏതൊക്കെ ചോദ്യങ്ങൾ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ എഴുതണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഐഡിയ ആണ് ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ കൂൾ ഓഫ് ടൈമിൽ ഞാൻ ഈ പറയുന്ന കാര്യം ട്രൈ ചെയ്താൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഫുൾ A+ഉം ഫുൾ മാർക്കും ലഭിക്കുക തന്നെ ചെയ്യും. എന്താണ് ചെയ്യേണ്ടത് നോക്കാം. നിങ്ങൾക്ക് ഈ കൂൾ ഓഫ് ടൈമിന് തൊട്ട് മുൻപായി നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമല്ലേ? നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ തന്നെ ടീച്ചർ കയ്യിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങുന്നു, അല്ല വാങ്ങി ഇരിക്കുമ്പോഴേക്കും തന്നെ ഒന്നാമത്തെ ചോദ്യം, അങ്ങനെ ചോദിക്കാൻ നിൽക്കല്ല. ഒന്നാമത് നിങ്ങൾ അത് ട്രൈ ചെയ്തുണ്ടാവില്ല എങ്കിലും നമ്മൾ ആദ്യം നമ്മുടെ ആൻസർ ഷീറ്റാണ് നോക്കേണ്ടത്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കേണ്ടത്. നമുക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ചോദ്യങ്ങളും ഉണ്ടോ, ഓരോരോ ചോദ്യങ്ങളായിട്ട് വായിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കൂൾ ഓഫ് ടൈം മുതൽ ഞാൻ പറയുന്ന കാര്യം കൃത്യമായി തന്നെ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്ന സമയത്ത് ഓരോ ചോദ്യം നമ്പർ, ഒന്നാമത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ഓരോ ചോദ്യങ്ങളായി വായിച്ച് വരുന്നു. അതിൽ നിങ്ങൾക്ക് 1, 2, 3, 4 എന്നീ അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഈ ചോദ്യങ്ങളിൽ ഓരോ ചോദ്യം വായിക്കുമ്പോഴും നിങ്ങൾക്ക് കൃത്യമായ ആൻസർ അറിയാം. ഇതിലെനിക്ക് ഫുൾ മാർക്കും കിട്ടും, ഈ ചോദ്യത്തിന് ആൻസർ എനിക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ എഴുതാൻ സാധിക്കും എന്ന് തോന്നുന്ന ചോദ്യങ്ങൾക്കെല്ലാം ടിക്കിടുക. ഓക്കെ, എന്ന് തോന്നുന്ന ചോദ്യങ്ങൾക്കെല്ലാം ടിക്കിടുക. ആ വായിക്കുന്ന സമയങ്ങളിൽ ഇതൊന്നും എനിക്കൊന്നിരുന്ന് ആലോചിക്കേണ്ടതുണ്ട്. കുറച്ച് നേരം, ഒരു മിനിറ്റ് ഇരുന്ന് ആലോചിച്ചാൽ, 30 സെക്കൻഡ് ആലോചിച്ചാലേ വളരെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. കൃത്യമായി എനിക്ക് അറിയില്ല, ഈ ആൻസർ ഞാൻ എഴുതിയാൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് സമയം പോകും എന്ന് തോന്നുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? വട്ടമിടുക. അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ വട്ടമിടുക. ഒരു കാരണവശാലും എനിക്കിതിൽ ഒന്നും എഴുതാൻ സാധിക്കുന്നേയില്ല, എങ്ങനെയും ഇതിൽ എനിക്ക് ആൻസർ അറിയത്തേയില്ല, മുഴുവനായി മറന്നുപോയി, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടില്ല, ഇത് എഴുതിയാൽ എനിക്ക് ഒരു മാർക്കും കിട്ടില്ല എന്ന് വിചാരിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം വേറെ ഏതെങ്കിലും ഒരു മാർക്ക് വെച്ചുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യുക. വേറെ ഒരു സിമ്പിൾ ഏതെങ്കിലും വെച്ചുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യാം. അപ്പൊ ഈ 3 സിമ്പിൾ വെച്ചുകൊണ്ട് ഇങ്ങനെ 3 കാറ്റഗറിയായി നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യങ്ങളെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മളിപ്പോ ചോദ്യ പേപ്പർ നോക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഈ ഒരു സിമ്പിളാണ് വരുന്നെങ്കിൽ അത് അവസ്ഥ വളരെ ഭയാനകമാണ്. അങ്ങനെ ആവരുത്. ശൈലത്തിന്റെ ക്ലാസ് കാണുന്ന മക്കൾക്ക് എല്ലാവർക്കും ഈ ടിക്ക് തന്നെ ഉണ്ടാവാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ അറിവുണ്ടാവട്ടെ, ഓർമ്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇങ്ങനെ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഈ ചെയ്യുന്നതിലൂടെ എന്താണ് നമുക്ക് ഇത് ലഭിക്കാൻ പോകുന്നത്? ഒരുപാട് സമയലാഭമാണ് ലഭിക്കാൻ പോകുന്നത്. മാർക്ക് വളരെ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയാണ് അവിടെ ഉള്ളത്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കാൻ വേണ്ടി ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ആൻസർ ഷീറ്റ് നോക്കുന്ന ആൾക്ക് അത് വളരെ ലളിതമാക്കി കൊടുക്കണം. നമ്മൾ ആൻസർ ഷീറ്റിൽ കാണുന്ന ആദ്യ ചോദ്യം തന്നെ വളരെ തെറ്റും കിർക്കും വട്ടം ഒക്കെയാണെന്ന് പറഞ്ഞാലും ഭയങ്കര ബോറായിട്ടാണ് നമ്മളൊരു ആൻസർ ഷീറ്റ് പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരും ആ രീതിയിലായിരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ആൻസർ ഷീറ്റ് വളരെ ഈസിയായി എഴുതുകയും വേണ്ട ആൻസറുകളെല്ലാം ഹൈലൈറ്റ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ബോക്സ് ഇട്ട് വരയ്ക്കേണ്ടത് ബോക്സ് ഇട്ട് കൊടുക്കേണ്ട, അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ചെയ്യുന്നതിലൂടെ പേപ്പർ നോക്കുന്ന ആൾക്ക് വളരെ സമാധാനം, വളരെ കൂളായി കൊള്ളാലോ എന്നൊരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് ഉറപ്പായും A+ഉം ഫുൾ മാർക്കും ലഭിക്കുക തന്നെ ചെയ്യും. അതിലൊരു കൺഫ്യൂഷനും വേണ്ട. അതിന് സഹായിക്കുന്ന ഒരു സാധനമാണ് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം. ഈ കൂൾ ഓഫ് ടൈം കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ആൻസർ ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 1, 2, 3, 4, 5, അത് കഴിഞ്ഞാൽ 1 കഴിഞ്ഞാൽ 2, 2 കഴിഞ്ഞാൽ 3, ഇത് മാത്രമേ എഴുതുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പറിന്റെ ഓർഡറിലെ ആൻസർ എഴുതുള്ളൂ എന്ന വാശി നിങ്ങൾ പിടിക്കരുത്. നിങ്ങൾ ഇവിടെ ടിക്കറ്റ് വെച്ചിരിക്കുന്ന ആൻസറുകൾ മാത്രമാണ് എഴുതേണ്ടത്. ടിക്കറ്റ് വെച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ ആൻസർ മാത്രമേ എഴുതുക. 1ാമത്തെ ചോദ്യം അറിയാം, അടുത്തത് 5ാമത്തെ ചോദ്യമാണെങ്കിൽ 5ാമത്തെ ചോദ്യം എഴുതുക, അത് കഴിഞ്ഞാൽ 10ാമത്തെ ചോദ്യമാണെങ്കിൽ 10 എഴുതുക, 21 ആണെങ്കിൽ 21 എഴുതുക. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ക്വസ്റ്റ്യനിൽ ABCD ഉണ്ട് എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടാൽ അതിന്റെ ABCD അവിടെ തന്നെ വേണം.
പിന്നീട് ഒരു ഭാഗത്ത് എഴുതുക. അതായത് 21ാമത്തെ ചോദ്യത്തിന്റെ എയും ബിയും എഴുതി പിന്നീട് ലാസ്റ്റ് 21ാമത് സി എഴുതി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വാല്യുവേഷനെ ബാധിക്കും, മാർക്ക് ലഭിക്കാതിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 21 എയും ബിയും സിയും ഉണ്ടെങ്കിൽ എയും ബിയും സിയും അതേ പേജിൽ ഒരുമിച്ച് തന്നെ എഴുതുക. അറിയില്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നീട് ഇരുന്ന് ആലോചിക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ടിക്കറ്റ് ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്യണം. ഓക്കെ, 1ാമത്തെ ചോദ്യം, അതായത് 2, 3 ഏതാണോ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ മാത്രമാണ് നിങ്ങൾ എഴുതുന്നത്. ഇതിലൂടെ ഉണ്ടാവുന്ന ബെനിഫിറ്റുകൾ എന്താണെന്ന് അറിയാമോ? ആദ്യത്തെ അരമണിക്കൂറിൽ തന്നെ നിങ്ങൾ കുറെ ആൻസറുകൾ തുരുതുരാന്ന് എഴുതുന്നു. ചുറ്റും കാണുന്ന ആളുകളെല്ലാം നിങ്ങളെ കണ്ടുകൊണ്ട് അസൂയപ്പെടുന്നു, അവർ ഭയങ്കര ടെൻഷൻ ആവുന്നു. നിങ്ങൾ വളരെ കൂളായിരുന്ന ആൻസർ എഴുതുകയാണ്. അതിനോടൊപ്പം തന്നെ വന്നിരിക്കുന്ന ടീച്ചർക്ക് ഈ പയ്യൻ കൊള്ളാവല്ലോ അല്ലെങ്കിൽ മോള് കൊള്ളാവല്ലോ, നല്ലപോലെ തന്നെ ഇരുന്ന് ആൻസർ എഴുതുന്നുണ്ട്, ആരോടും ഒന്നും ചോദിക്കുന്നില്ല, ഒരു ടെൻഷനും ഇല്ല, അറിയാവുന്ന ചോദ്യങ്ങൾ പടപടപടപടെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മൾ അഡീഷൻ ഷീറ്റ് വാങ്ങുന്നു. ഇങ്ങനെ നിങ്ങൾ ഗംഭീരമായി എക്സാം ഹാളിൽ പെർഫോം ചെയ്താൽ ആ ടീച്ചർക്ക് തന്നെ മനസ്സിലാവും ഇവനാള് കൊള്ളാം. അതുവരെ നമ്മൾ എന്ത് സ്വഭാവമാണോ എങ്ങനെയാണോ ഒന്നും അവർക്ക് അറിയത്തില്ല. എക്സാം ഹാളിൽ നമ്മൾ അടിപൊളിയായി പെർഫോം ചെയ്യുന്നുണ്ടോ അതാണ് നമ്മുടെ അടുത്ത മാർക്കിനെ തീരുമാനിക്കുന്നത്. ഇതിലൂടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന ആളെ നോക്കുന്ന സമയത്ത് 1ാമത്തെ ആൻസർ കൊള്ളാം, 2, 5 കൊള്ളാം, ഓരോന്ന് താഴത്ത് പോകുമ്പോൾ മുഴുവൻ മാർക്കുകളും കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ടിക്കറ്റ് ടീച്ചർ ഫുൾ മാർക്ക് ഇട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും ചെറിയ തെറ്റ് വരുത്തുകയാണെങ്കിൽ ആ പേപ്പർ നോക്കുന്ന ആൾക്ക് തന്നെ ചെറുതായി തോന്നും, ഇത്രയും ആൻസർ കൃത്യമായി എഴുതിയ ഇവന് അവിടെ എവിടെയെങ്കിലും എക്സാമിന്റെ ടെൻഷൻ കാരണം ചിലപ്പോൾ മറന്നുപോയതായിരിക്കാം, അല്ലെങ്കിൽ തെറ്റിപ്പോയതായിരിക്കാം, ഇവൻ ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഉറപ്പായും അതും അറിയും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു അരമാർക്ക് ഓരോ ചോദ്യങ്ങളിലും കിട്ടാനും സാധ്യതയുണ്ട്. നേരെ മറിച്ച് നിങ്ങൾ ഒന്നുമേ അറിയാത്ത ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യാൻ ശ്രമിച്ചാൽ ആദ്യത്തെ ഒരുപാട് സമയം നിങ്ങൾക്ക് നഷ്ടമാണ്, ഒരുപാട് തെറ്റുകൾ വരുത്താനുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ തന്നെ ഭയങ്കര കൊള്ളായിട്ട് വെട്ടും കിറുക്കൊക്കെ വെച്ചുള്ള പേപ്പറാണ് നോക്കുന്നെങ്കിൽ ഭയങ്കര ബോറായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും പേപ്പർ നോക്കുന്ന ആളുകളെല്ലാം തന്നെ. ഓക്കെ, അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ആദ്യം നമ്മൾ ടിക്കറ്റ് മാത്രമേ എഴുതുന്നു. അതിനുശേഷമാണ് നമ്മൾ അടുത്തത് വട്ടമിട്ട ആൻസർ എഴുതുക. വട്ടമിട്ടത് എന്തിനാണ്? വട്ടമിട്ടത് നമുക്ക് അല്പം സമയം വേണം, ആലോചിക്കാൻ ഇത്തിരി സമയം വേണം എന്ന് പറയുന്ന ചോദ്യങ്ങളാണ്. അതിന് നമുക്ക് ഒന്നിരുന്ന് ആലോചിക്കാം, അല്ലെങ്കിൽ എക്സാം ഹാളിൽ നിന്ന് എവിടെന്നെങ്കിലൊക്കെ ചിലപ്പോൾ അറിയാതെ കിട്ടും. മനസ്സിലായോ? അങ്ങനെ കിട്ടുന്ന ആൻസറുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെറ്റാക്കി വെക്കുന്നു. ഒന്നുമേ അറിയില്ല എന്ന് ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ അവസാനത്തേക്ക് മാറ്റിവെക്കുന്നത്. ഈ ഒന്നുമേ അറിയാത്ത ചോദ്യങ്ങളാണ് നിങ്ങൾ ഇടയിൽ എപ്പോഴെങ്കിലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ അറിയാവുന്ന പല ചോദ്യങ്ങളും എഴുതാൻ സമയം കിട്ടാതെ വരും. മനസ്സിലായോ സർ? ഞാനൊരു 17ാമത്തെ ചോദ്യം ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരുന്നു. അതിരുന്ന് ആലോചിച്ചിട്ട് എനിക്ക് 21ാമത്തെ 25ാമത്തെ ചോദ്യം ഒന്നും എനിക്ക് എഴുതാൻ പറ്റിയില്ല സാർ, അറിയാവുന്ന ചോദ്യം പോലും എഴുതാൻ സമയം ഉണ്ടായിരുന്നില്ല സാർ എന്ന ടെൻഷൻ നിങ്ങൾ പറയാറില്ലേ? അതിന് കാരണമെല്ലാം ഇതാണ്. കാരണം 1, 2, 3, 4 എന്ന ഓർഡറിലേ ഞാൻ എഴുതൂ എന്ന വാശിയാണ്. അതൊന്നും മാറ്റിവെക്കുക. അറിയാവുന്ന ചോദ്യങ്ങളെല്ലാം എഴുതുക. കുറച്ച് ആലോചിക്കണം എന്ന് പറയുന്ന അടുത്ത സെക്കൻഡ് കാറ്റഗറിയിൽ ഇട്ടേക്കുക. ഒന്നും അറിയില്ല എന്ന് പറയുന്ന ഈ ചോദ്യം നിങ്ങൾ എഴുതിയാലും മാർക്ക് കിട്ടില്ല എന്ന് വിചാരിക്കുന്ന ചോദ്യങ്ങളല്ലേ, അത് എഴുതിയാലും വിഷയമില്ല, അതിന് വേണ്ടി നമ്മൾ സമയം കളയേണ്ടതില്ല. ഏറ്റവും അവസാനത്തേക്ക് മാറ്റിവെക്കുക. ചിലപ്പോൾ അവസാനത്തെ ഈ ഒന്നുമേ അറിയാത്ത ചോദ്യങ്ങൾക്ക് എന്തേലും ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അവിടെ എവിടെന്നെങ്കിലും കിട്ടാം, വേറെ എവിടെന്നെങ്കിലും കിട്ടാം, ആലോചിച്ചാൽ ചിലപ്പോൾ ഓർമ്മയായിരിക്കാം. അങ്ങനെ നമ്മൾ അത് അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ എപ്പോഴും കൊടുക്കാവുന്ന ഒരു ട്രിക്കാണ്. ഇപ്പോ ഈ ഒരു വീഡിയോയിലും കൂടെ ആ ട്രിക്ക് പറയുന്നത് കൊണ്ട് ഈ ട്രിക്ക് വർക്ക് ആവത്തില്ല. ഞാൻ പറയാം ആദ്യം തന്നെ. നേരത്തെ വർക്കായിട്ടുണ്ടായിരുന്നു. ഞാൻ ഓഫ്ലൈനിൽ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തൊരു ട്രിക്കാണ്. അത് ആ ഒരു ഏരിയയിലുള്ള വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളത് കൊണ്ട് അത് അവിടെ വർക്കാവും. ഇതിപ്പോ വീഡിയോയിൽ പറയുന്നത് കൊണ്ടും 10,000-കണക്കിന് ആളുകൾ ഇത് കാണുന്നത് കൊണ്ടും ഇത് വർക്കാവത്തില്ല. കാരണം പബ്ലിക് എക്സാമിന് ഈ ട്രിക്കുള്ള പേപ്പറുകളൊക്കെ കണ്ട് അത് വർക്കാവത്തില്ല. എങ്കിലും ഞാനൊരു ചെറിയൊരു ഐഡിയ പറഞ്ഞുതരാം. സെക്കൻഡ് ലാംഗ്വേജ് എക്സാമുകൾക്കും ഇംഗ്ലീഷിനൊക്കെ മാർക്ക്, അതായത് ലാംഗ്വേജ് എക്സാമിനാണ് കൂടുതലും വർക്കാവുക. അതായത് നമുക്കിതെല്ലാം എഴുതി കഴിഞ്ഞ് ഒരു വരയിൽ 1/2 മാർക്കോ 1 മാർക്കോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. നമ്മൾ ഇങ്ങനെ ആൻസർ എഴുതിക്കൊണ്ടിരിക്കണം. മുഴുവൻ എഴുതി കഴിഞ്ഞ ശേഷം എക്സാമിന്റെ അവസാനത്ത് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ അവസാന ആൻസർ നിങ്ങൾക്ക് അറിയോ അറിയില്ലോ, നമ്മൾ അത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്തിരിക്കുമ്പോൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു വര വരയ്ക്കും. പെട്ടെന്ന് ഈ ഒരു വര വരയ്ക്കുന്നതിലൂടെ നമുക്ക് ഒരു 1/2 മാർക്ക് വീഴാം. അതെങ്ങനെയാണ് സാർ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു വര വരയ്ക്കുന്നതിലൂടെ 1/2 മാർക്ക് വീഴുന്നത്? നമ്മൾ അറിയാവുന്ന ആൻസർ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സമയമായി, എക്സാം തീരാനുള്ള സമയമായി. എക്സാം തീരാനുള്ള സമയമായ അപ്പോഴും നമ്മൾ ആൻസർ അറിയാവുന്ന ആൻസർ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പേപ്പർ താടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്ന ടീച്ചർ വലിച്ചുകൊണ്ട് പോയപ്പോൾ അറിയാതെ ഉണ്ടായ വരയാണത് എന്ന് ധരിക്കുകയും, ചാൻസ് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. പബ്ലിക് എക്സാമിന്റെ പേപ്പർ നോക്കുന്ന ടീച്ചർക്ക് ഇവനത് അറിയാം. കുറച്ച് സമയം കിട്ടിയതാണെങ്കിൽ ഇവൻ ഒരുപക്ഷെ ഇത് നല്ല പോലെ എഴുതിയനെ, പയ്യനും പോട്ടെ ഒരു 1/2 മാർക്ക് കൊടുക്കാം എന്ന് വിചാരിച്ച് കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഇത് 100% വർക്കാണ് വെച്ചാൽ 100% വർക്കല്ല. ഞാനിത് ഓഫ്ലൈനിൽ പറഞ്ഞു കൊടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്കൂളുകളിൽ മുഴുവൻ ഈ വരകളായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറയട്ടെ. പക്ഷെ ആ ടീച്ചേഴ്സിന് പരസ്പരം ഇതൊന്നും അറിയത്തില്ലല്ലോ. പക്ഷെ പബ്ലിക് എക്സാമിന് ഇത് വർക്കാവില്ലെന്ന് അറിയത്തില്ല. എങ്കിലും ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല.
ഓക്കെ, ഇങ്ങനെ ഒരു ഐഡിയ കൂടി ഉണ്ട്. ഒരു വരിയിൽ നിന്ന് പോലും നമുക്ക് അരമാർക്ക് നേടാമെന്നുള്ളതാണ്. അപ്പോൾ കൂൾ ഓഫ് ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആൻസർ ഒന്നും ചോദിക്കാൻ നിൽക്കരുത്. കൃത്യമായി തന്നെ ആൻസറുകളെല്ലാം മാർക്ക് ചെയ്ത് വെക്കുക, ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ചോദ്യ പേപ്പറിൽ മാർക്കിട്ട് ടിക്കറ്റ് വിടുക, അറിയാവുന്നതെല്ലാം ആദ്യം എഴുതുക. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ എക്സാമിൽ എഴുതാൻ പോകുന്ന മുഴുവൻ എക്സാമുകളിലും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.